അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. വളരെ ഗൗരവമുള്ള പക്ഷേ വളരെ എല്ലാവരും സിമ്പിളായിട്ട് എടുക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഇപ്പോൾ നാളെ വേൾഡ് കപ്പ് ഫൈനൽ നടക്കാൻ പോകുന്ന അർജൻറ്റീന സ്പെയിൻ. അപ്പോൾ അർജൻറ്റീന ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് മെസ്സിനെ അള്ളാൻ്റെ സ്ഥാനത്തേക്കാണ് എത്തിച്ചിട്ടുള്ളത്. മെസ്സി ദൈവം എന്നാണ് എല്ലായിടത്തും പറയുന്നത്. ഇപ്പോൾ പിന്നെ ക്രിക്കറ്റിലും അങ്ങനെ തന്നെ സച്ചിൻ ദൈവം എന്നാണ് പറയല്. ഈ പറയുന്ന ആൾക്കാർ മുസ്ലിം അല്ലാത്ത ആൾക്കാർ നമുക്ക് പിന്നെയും മനസ്സിലാക്കാം. ഇത് മുസ്ലിംസാന്ന് പറയുന്നത് വാട്സപ്പ് ഈ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞിനെ കുറച്ച് ദിവസം മുമ്പ് റൊണാൾഡോനെ ദൈവം എന്ന്, 2 ദിവസം മുമ്പ് പറഞ്ഞിനി മെസ്സിനാ. ഡയറക്റ്റ് പേഴ്സണലി പോയി തിരുത്തി കൊടുത്ത് ഡിലീറ്റ് ചെയ്യാൻ റെഡിയല്ല. ചോദിക്കുമ്പോൾ പറയുന്നത് നമ്മൾ തമാശക്കാന്ന്. ഇതന്നെ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത് സൂറ തൗബയിൽ, വലൈൻ സൽതഹും, നിങ്ങൾ അവരോട് ചോദിച്ചാൽ ലയഖൂലുന്ന, അവർ പറയും ഇന്നമാ കുന്ന നഖൂദു വനലഅബ്, നമ്മൾ വെറുതെ തമാശ കളി തമാശാക്കിയെന്ന് പറയും. ഇതിൽ കളി തമാശ ഇല്ല. അതിന് ശേഷം അള്ളാഹ് ചോദിക്കുന്നുണ്ട്, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, നിങ്ങൾക്ക് കളിയാക്കാൻ അള്ളാഹിനെ റസൂലിനെ ആയത്തിനെ കിട്ടിയിട്ടുള്ള വേറൊന്നും ഇല്ലേ? ലോകത്ത് വേറെ വിഷയമൊന്നും ഇല്ലേ? ലാ തഅ്തദിറു, ഒരു ഒഴിക്കഴിവും പറയണ്ട. ഖദ് കഫർതും ബഅദ ഈമാനിക്കും. അപ്പോൾ ഇത് വേറെ സാഹചര്യത്തിൽ ഇറങ്ങിയ ആയത്താണ്. ഇവിടെ ഇത് വളരെ ഫിറ്റാണ്. അതുകൊണ്ട് അള്ളാൻ്റെ ലെവലിലേക്ക് ഒരു സൃഷ്ടിനെ എത്തിക്കാൻ പാടില്ല. അള്ളാഹ് വേറെ, ജനിച്ചിട്ടില്ല, മരണമില്ല, ഇണയില്ല, തുണയില്ല, ഓർക്കില്ല, മയക്കമില്ല, ഒന്നുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹനെ ചോദിക്കുന്നുണ്ട്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ അള്ളാഹ്ക്ക് ഒരു ഗാംഭീര്യം എന്താണ് നിങ്ങൾ കാണാത്തത്? അള്ളാഹ് എന്താ നമ്മളെ കുട്ടികളെ പോലെ നിങ്ങൾ കാണുന്നത്? അള്ളാഹ്ക്ക് എന്തൊരു ഗാംഭീര്യം കാണാത്തത്? അള്ളാഹിനെ എങ്ങനെ, മെസ്സിനെ എങ്ങനെ അള്ളാഹിൻ്റെ ലെവലിലേക്ക് എത്തിക്കല്? ഇതന്നെയല്ലേ ക്രിസ്ത്യാനികളും യഹൂദികളും ചെയ്തത്. എങ്ങനെ അള്ളാഹിൻ്റെ ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും? നാളെ രാവിലെ മെസ്സിക്ക് എണീക്കുമ്പോൾ കാല് പൊന്തുന്നില്ല, എന്ത് ചെയ്യും? ദൈവമാതിരി സംഭവിക്കാൻ പാടില്ലല്ലോ. നാളെ രാവിലെ എണീക്കുമ്പോൾ മെസ്സിക്ക് കൈയും കാലും പൊന്തുന്നില്ല, ശേഷിയില്ല, ശേഷി പോയി. അള്ളാഹ് ശേഷി കൊടുത്താൽ ശേഷി അള്ളാഹ്ക്ക് നീക്കാലോ. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ സൃഷ്ടി വേറെ, സൃഷ്ടാവ് വേറെ. ആ ലെവലിലേക്ക് ഒരിക്കലും എത്തിക്കാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് വാക്ക് പറയുന്നുണ്ടെങ്കിലും, നമ്മൾ എന്ത് മെസ്സേജ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. എല്ലാം നമ്മളെ ലൈഫ് കംപ്ലീറ്റ് ഫോട്ടോ കോപ്പി പോലെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. CCTV എടുത്ത് കംപ്ലൈൻറ്റ് വരും. ഇത് കംപ്ലൈൻറ്റ് ആകാത്തതാ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. നമ്മളെ ലൈഫ് കംപ്ലീറ്റ് കോപ്പി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹ് പറയും, ഇഖ്റ കിതാബക്, നിങ്ങളെ കിതാബ് ഇതാ, നിങ്ങൾ വായിച്ചോ. അപ്പോൾ അവിടെ തന്നെ ചോദിക്കും, വൗദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറ വലാ യസ്ലിമു റബ്ബുക അഹദാ. ഒന്നും വിട്ടിട്ടില്ല എന്ന് അവിടെ നമ്മൾ ചോദിക്കും അള്ളാഹിനോട്. ഒന്നും, നമ്മൾ ജനിച്ച മുതൽ മരണം വരെ ഒന്നും വിട്ടിട്ടില്ല, എല്ലാം രേഖപ്പെട്ടിട്ടുണ്ട്. എന്ത് കിതാബാണ് ഇത് നമ്മൾ ചോദിക്കും. അപ്പോൾ ഇതെല്ലാം വളരെ സിമ്പിളല്ല. ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. നാളെ മുതൽ മീഡിയ വണ്ണിലെ മുസ്ലിം റിപ്പോർട്ടറായ സെയ്ഫ് വരെ കളി ദൈവങ്ങൾ എന്നാണ് പറഞ്ഞുകൊടുക്കുന്നത്. ചോദിച്ചാൽ തമാശ എന്ന് പറയാം. ഇതിൽ തമാശയില്ല, ഓൾറെഡി പറഞ്ഞു സൂറ തൗബയിലായത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹിൻ്റെ ലെവൽ അള്ളാഹിൻ്റെ ലെവൽ അള്ളാഹ്, ബാക്കി സൃഷ്ടികൾ തന്നെ. ആ ലെവലിൽ ഒരിക്കലും എത്തിക്കാൻ പാടില്ല. നാളെ അതിന് ഇഷ്ടം പോലെ അർജൻറ്റീന ജയിച്ചു കഴിഞ്ഞാൽ വരും മെസ്സിനെ ദൈവം എന്ന് പറഞ്ഞിട്ട്. ഇഷ്ടം പോലെ ഇപ്പം തന്നെ എല്ലായിടത്തും ഉണ്ട്, മുസ്ലിം ഗ്രൂപ്പുകളിലുണ്ട്. പറയുമ്പോൾ ആരും കേൾക്കുന്നില്ല, ഡിലീറ്റ് ചെയ്യാനും നിൽക്കുന്നില്ല. ഈ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ അഡ്മിൻമാർ എന്ത് ചെയ്യണം? ആരെ പോസ്റ്റ് ചെയ്തെന്ന് പേര് നോക്കണ്ട. അള്ളാഹിൻ്റെ ലെവലിലേക്ക് സൃഷ്ടിനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം. അത് അഡ്മിൻമാർ ചെയ്യേണ്ട കാര്യമാണ്.